സ്റ്റാച്ചു ഇത് അന്നത്തെ കിച്ചൺ കേട്ടോ, ഊട്ടുപുര. അതായത് ഇവിടുത്തെ Hello folks, welcome back to another vlog. മഹാനദി ട്ടോ, കട്ടക്കിന്റെ സിറ്റി മൊത്തമായിട്ട് ഈ മഹാനദി ഇങ്ങനെ പടർന്നു കിടക്കാണ്. ഇത് ഏകദേശം 3 കിലോമീറ്റർ ആണ് ഈ ബ്രിഡ്ജ്. 3 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. മഹാനദിക്ക് വെള്ളമൊന്നുമില്ലാതെ വറ്റി വരണ്ട് കിടക്കാണ്. ചില ഭാഗങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ. ഞാനിപ്പോ ഭുവനേശ്വറിലെത്തി. ഇവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അതിന്റെ അടുത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തൊക്കെയാണ് ഇപ്പൊ. മനോജ് കുമാർ ട്രാവൽസ് ആണ് സാബ്. ഇദ്ദേഹത്തിന് ഒരു ട്രാവൽസ് ഉണ്ട്, ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. എയർവേസ് കളിക്കുന്നതാണ്, എയർവേസ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. പുള്ളി ഞാനിങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. പുള്ളിനെ കണ്ട, കാരണം ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ, ഭുവനേശ്വറിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംസാരിച്ചാണ് പുള്ളിനെ കണ്ടത്. കൊണാക്കിലാണുള്ളത്. കൊണാക്കിലെത്തിയപ്പോൾ നമ്മള് नाम बोला बता. अविनाश भाई, आपका नाम? हाँ बढ़िया नाम है. ഇദ്ദേഹത്തിന്റെ മകനാണിത്. അപ്പോൾ ഇവിടെ സൺ ടെമ്പിൾ ഓപ്പൺ ആയിക്കണോ ഇല്ലയോ എന്ന് ചോദിക്കായിരുന്നു. പുരി ജഗന്നാഥ് ടെമ്പിൾ ഓപ്പൺ അല്ല എന്നാ പറഞ്ഞത്. എന്തായാലും നോക്കാം. ഇതാണ് കേട്ടോ കൊണാക്കി. ഇത് ചെറിയൊരു വില്ലേജാണ്. ഇതാ അവിടെ നിന്നാണ് ഞാൻ വന്നത്. ഇതാണ് പുരിയിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഏകദേശം പുരിക്ക് 40 കിലോമീറ്റർ ഉണ്ട്. സൺ ടെമ്പിൾക്കുള്ള വഴിയാണിത്. നേരെ പുരി കൊറോണ ആയതുകൊണ്ട് ക്ലോസ് ആണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ജഗന്നാഥ് ടെമ്പിൾ. അടുത്ത മാസം 3-ാമത്തെ തുറക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. നോക്കാം. കേരളത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിനെ കാം ചെയ്യാം. ഷിപ്പ്യാർഡ് അല്ലേ കൊച്ചിയിൽ? അവിടെ കിട്ടുന്ന 2 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടി കേരള കണ്ടപ്പോൾ പുള്ളി ഇവിടെ നാസ്ത കഴിക്കാൻ വന്നപ്പോൾ കണ്ടതാ. മലയാളം നോക്കാം. ബൈ. ഇത് സൺ ടെമ്പിളിലുള്ള വഴി കേട്ടോ. ഈ ജംഗ്ഷന് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തിട്ടാണ് സൺ ടെമ്പിൾക്ക് പോകും. അവിടെ കാണാൻ എൻ്റെ പിറകിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. തിക്ലി 45 കിലോമീറ്റർ, നിമാപ്പര 25 കിലോമീറ്റർ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് പോകാം. അവർ പെർമിഷൻ തരുള്ളൂ കേട്ടോ. ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ASIPayumoney.com അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിലൂടെ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് അവർ പെർമിഷൻ തരുള്ളൂ അകത്ത് പോകാൻ. ഞാൻ എൻട്രൻസ്. കൊണാക്ക് ടെമ്പിളാണുള്ളത്. ഇപ്പം എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം കൊണാക്ക് ടെമ്പിൾ. ഈ സൺ ടെമ്പിൾ, അതായത് അർക്ക ടെമ്പിൾ, അർക്ക മീൻസ് സൺ എന്നാണ് ഒഡിയ ഭാഷയിൽ പറയാം. ഇത് ആക്ച്വലി നിർമ്മിച്ചത്
AD 1138 നരസിംഹദേവ എന്ന് പറഞ്ഞ ഒരു രാജാവാണ്, ഗംഗ കിങ് നരസിംഹദേവ. അദ്ദേഹമാണ് ഈ സൺ ടെമ്പിൾ നിർമ്മിച്ചത്. അതായത് കൊണാർക്ക് ഈ ആക്ച്വലി കൊണാർക്ക് ടെമ്പിളിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ കോൺ മീൻസ് ആംഗിൾ അല്ലേ, നമ്മൾ ഇംഗ്ലീഷിൽ ആംഗിൾ എന്ന് പറയല്ലേ. ആർക്ക് മീൻസ് സൺ എന്നാണ്. അങ്ങനെയാണ് ഈ കൊണാർക്ക് എന്ന് തോന്നുന്നത്. ഇവിടെ 2 സ്റ്റാച്ചു ഉണ്ടല്ലേ, ഇത് ലയണാണ്, ഇത് എലിഫൻ്റാണ്. അതായത് ലയണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പവറാണ് ലയണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് ആൾക്കാരുടെ മനസ്സിൽ ഈ നമ്മുടെ അഹങ്കാരം വരുന്നത്. അപ്പോൾ അന്നത്തെ രാജാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ലയനാണെങ്കിൽ അവർക്ക് പവർ ഉണ്ടാവും, എലിഫൻ്റ് ആണെങ്കിൽ ലക്കാണ് രണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്രാഹ്മണന്മാര്, അതായത് പൂജാരികളെ മണ്ഡപമായിരുന്നു അത്. അതായത് സൺ ടെമ്പിളിൽ ഉണ്ടായിരുന്ന പൂജാരികള് പൂജ ചെയ്തിരുന്ന മണ്ഡപമായിരുന്നു അത്. ഇത് അന്നത്തെ കിച്ചൺ കേട്ടോ, ഊട്ടുപുര. ഇവിടെ ആയിരുന്നു കേട്ടോ അവര് മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്തിരുന്നത്. അതായത് ഏകദേശം 1200 ജോലിക്കാരായിരുന്നു ഈ അടുക്കളയിൽ ഉണ്ടായിരുന്നു. ഇവിടെ രാത്രി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉണ്ട് കേട്ടോ. ഒരു 6:30 ആകുമ്പോൾ പ്രോഗ്രാം ഇവിടെ വെച്ചിട്ട് നടക്കും. ഇവിടെയൊക്കെ ചെയർ ഉണ്ടാവും കേട്ടോ. ഇവിടെ ചെയർ വെച്ചിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. ഇതൊരു കിണറാണ് കേട്ടോ. അതായത് ഇവിടെ കിച്ചൺ ഊട്ടുപുരൻ്റെ അടുത്തായിട്ടുള്ള ഒരു കിണറാണ്. ഇത് അന്നത്തെ കാലത്തെ ഡാൻസിങ് ഹാളായിരുന്നു കേട്ടോ. അതായത് ഈ ടെമ്പിള് ഒരു രഥത്തിന്റെ ഷേപ്പിലാണ് അന്ന് നിർമ്മിച്ചത്. അതായത് ഏകദേശം രഥത്തിന്റെ ചക്രം, അതായത് ഈ സൈഡിൽ 12 ചക്രങ്ങളും റൈറ്റ് സൈഡിൽ 12 ചക്രങ്ങളും, അങ്ങനെ മൊത്തം 24 ചക്രങ്ങളാണ് ഈ ടെമ്പിളിനുള്ളത്. അവിടെ ഒരു ഹോസ് കണ്ടില്ലേ നിങ്ങൾ ഇതിന് മുന്നിൽ? അവിടെ ശരിക്കും 4 ഹോസ് ഉണ്ട് റൈറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ 3 ഹോസ്. അതായത് ഈ ടെമ്പിൾ പണിഞ്ഞിരിക്കുന്നത് ഒരു രഥത്തിന്റെ ഷേപ്പിലാണ്. അതായത് രഥത്തിന്റെ ചക്രം റൈറ്റ് സൈഡിൽ ഇവിടെ 12ഉം റൈറ്റിൽ 12ഉം, ടോട്ടല് 24 രഥചക്രങ്ങളും. മുന്നിൽ റൈറ്റ് സൈഡിൽ 4 ഹോസും ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 3 ഹോസും. അങ്ങനെയാണ് ഈ ടെമ്പിൾ പണിഞ്ഞിരിക്കുന്നത്.
അത് ഡാൻസിങ് ഹാളാണ്. അതായത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ഈ രാജ്ഞിമാരും അവരുടെ ഡാൻസ് ചെയ്യുന്ന ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് ചന്ദനം എല്ലാം ഡ്രസ്സ് ചെയ്തിട്ടാണ്. ഇതൊരു മണ്ഡപം, ഇതിന്റെ പേര് മണ്ഡപം എന്നാണ്. ഈ മണ്ഡപത്തിൽ നിന്നാണ് അവിടെ, അതാണ് ഡാൻസിങ് ഹാള്. അവിടെ വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യാൻ. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, അതാണ് കിച്ചൺ. അതാണ് ആക്ച്വലി കിച്ചൺ. ഇത് കിച്ചന്റെ സ്റ്റോർ റൂമാണ്. ഈ ചക്രം കണ്ടില്ലേ നിങ്ങൾ? ഇതിന്റെ നടുവത്തെ ഇത് കണ്ടില്ലേ, നടുവത്തെ ആ പോയിന്റ്, ഈ ചക്രം നടുവത്തെ, അതായത് ഇവിടെ നിന്നാണ് ഈസ്റ്റ്, അവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുക. സൂര്യൻ ഉദിക്കുമ്പോൾ നേരെ ഡയറക്റ്റ്ലി ഇതിമോ വന്നുമ്പോൾ പതിക്കും. ഇവർക്ക് മനസ്സിലാവും എത്ര സമയമായി, ഇപ്പം സമയം എത്ര, അങ്ങനെ സമയം നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ചക്രം കൂടിയായിരുന്നു കേട്ടോ ഇത്. കാരണം ഈസ്റ്റിൽ നിന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ പതിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇപ്പോൾ എത്ര സമയമായി, കറണ്ട് സമയം എത്ര, അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ 2 ഹോസ് കണ്ടില്ലേ? സൂര്യഭഗവാന്റെ ടെമ്പിളാണ്, അതായത് സൺ ടെമ്പിൾ. ഈ സൺ ടെമ്പിളിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് 2 ഹോസ്. ആ 2 ഹോസ് 1960 ആണ് ഇവിടെ നിർമ്മിച്ചത്. കാരണം അത് അവിടെ തകർന്നുകൊണ്ട് ഇവിടേക്ക് മാറ്റി നിർമ്മിച്ചതാണ്. ഈ ടെമ്പിളിൻ്റെ അപ്പുറം വശത്താണ് ആന വരുന്നത്. മുൻവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ 7 കുതിരകൾ വരും. ആനയും കുതിരയും സൂര്യഭഗവാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ സങ്കല്പിക്കുന്നത്. അങ്കുള നരസിംഹദേവ് അദ്ദേഹമായിരുന്നു ഈ ക്ഷേത്രം AD 1238 ഈ സൺ ടെമ്പിൾ നിർമ്മിച്ചത്. ഏകദേശം 12 വർഷം എടുത്തു ഈ ടെമ്പിൾ നിർമ്മിക്കാൻ. ഈ ടെമ്പിളിന് ഇത് അദ്ദേഹം നിർമ്മിച്ചത് സൂര്യഭഗവാൻ, അതായത് സൺ ഗോഡിന് വേണ്ടിയിട്ടാണ് ഈ സൺ ടെമ്പിൾ നിർമ്മിച്ചത്. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ സൂര്യഭഗവാന്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം മന്ദിരം നിർമ്മിച്ചിട്ടുണ്ട്. काम चलता है ना ऊपर में, सब तो मना किया है, बोर्ड लगाए. ഇവിടെ ഒരു മന്ദിരം ഉണ്ടായിരുന്നു കേട്ടോ, ഈ കാണുന്ന. ഇത് തകർന്നു പോയി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തകർന്നു പോയി. ഭഗവാന്റെ, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ ഷയ്യ പത്നി, ആദ്യത്തെ ഭാര്യയുടെ പേര്. മന്ദിരം കൂടി ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യ സന്ധ്യ എന്നാണ് ആ ഭാര്യയുടെ പേര്. സന്ധ്യ ദേവിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഇതിൻ്റെ പിന്നിലുള്ള 2ാമത്തെ മന്ദിരം. ഇതിൻ്റെ എല്ലാം ഏകദേശം ഓരോ സൈഡിലും തകർന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ടെമ്പിളിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ചെറിയ തകർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യ സന്ധ്യാദേവിയുടെ മന്ദിരം. ഇതെല്ലാം തകർന്നു പോയിട്ടുള്ള കേട്ടോ. ഇതൊരു ബ്രിക്ക് ടെമ്പിളാണ്, അതായത് ഇഷ്ടി കൊണ്ട് ഉണ്ടാക്കിയൊരു മന്ദിരമാണ്. ഇതെല്ലാം തകർന്നിട്ടുള്ളത് ഇപ്പോൾ.
ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അപ്പുറത്തെ സൈഡിൽ ഈ രഥത്തിൻ്റെ 12 രഥചക്രങ്ങളുള്ള അപ്പുറത്തെ സൈഡിലുള്ളത്, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 12, അങ്ങനെ ടോട്ടൽ 24 രഥചക്രങ്ങളുള്ളത്. റൈറ്റ് സൈഡിൽ ഈ സൺ ടെമ്പിളിൻ്റെ കുതിരകളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ആനയാണ്, 2 ആനകളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് ഈ ആനകളാണ് കാണുന്നത്. ഇത് ആക്ച്വലി 221 ഫീറ്റ് ഉയരത്തിലായിരുന്നല്ലോ. അതായത് ഇവർ നിർമ്മിച്ചപ്പം, അതായത് നമ്മൾ നരസിംഹദേവ് നിർമ്മിച്ചപ്പം ഈ സൺ ടെമ്പിളിന് ഏകദേശം ഇതിലും വലിയ, അതായത് 221 ഫീറ്റ് ഉയരത്തിലായിരുന്നു. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ തകർത്തതായിരുന്നു എന്ന് പറയണേ. ആ ബ്രിട്ടീഷുകാർ തകർത്ത ഇതിൻ്റെ ചില പാർട്ടുകളാണ് ഈ കാണുന്നത്, ഇവിടെ കാണുന്നത്, ഇതിൻ്റെ ചുറ്റും കാണുന്നതും. പിന്നെ ഈ സൺ ടെമ്പിളിൻ്റെ ഈ പുറത്തുകൂടെ ഒക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഈ ബ്രിട്ടീഷുകാർ തകർത്തതാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ പ്രതിമ ശരിക്കും അതിൻ്റെ മേലായിരുന്നു പറഞ്ഞു, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഈ ബ്രിട്ടീഷുകാർ തകർത്തപ്പോൾ ഈ സിംഹത്തിൻ്റെ പ്രതിമയും പിന്നെ കുറേ അവശിഷ്ടങ്ങളും, അത് അന്നത്തെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ആകെ 20-30 ഫീറ്റ് ഉയരത്തിലാണ് ഇത് ഉള്ളത്. 221 ഫീറ്റിലായിരുന്നു ഈ ടെമ്പിൾ ഉണ്ടായിരുന്നത്. പിന്നെ ആ ടെമ്പിളിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ മൂർത്തി ഉണ്ടല്ലോ, ആ മൂർത്തി അത് ശരിക്കും മാഗ്നറ്റിക്, അതിൻ്റെ മേലെ ഒരു മാഗ്നറ്റിക് ആയിരുന്നു. ആ മാഗ്നറ്റിക്കിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടങ്ങൾ, ഇത് ആക്ച്വലി മണ്ണാണ്. ഈ മണ്ണ് കൊണ്ടാണ് ഇത്, ഈ കരിങ്കല്ല് ഇതിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കണത്. ഇതിങ്ങനെ കരിങ്കല്ല് ഫിക്സ് ചെയ്താൽ ഇത് മറിയില്ല എന്നാണ് അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷനാണിത്. ഇത് വെറും മണ്ണാണ്. മണ്ണ് കരിങ്കല്ലിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരുന്നത്. ഇത് എന്താ വെച്ചാൽ പണ്ട് ഈ സൺ ടെമ്പിൾ നിർമ്മിച്ചത് അന്നത്തെ എൻജിനീയേഴ്സ് അവർ ഇരുന്നിട്ട് ഈ ടെമ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്ന പ്ലേസാണിത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സൂര്യഭഗവാന്റെ അതായത് 3 തരത്തിലാണ് ഈ സൂര്യഭഗവാന്റെ സ്റ്റാച്ചു നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് സുബ, ഒന്ന് തോപ്പേർ, ഒന്ന് ഷാം. അതായത് സുബ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ്, ദോപ്പേർ എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള പ്രായത്തിൽ, പിന്നെ ഷാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രായമായിട്ടുള്ള സമയത്തുള്ള, ഇത് പ്രായമായിട്ടുള്ള സമയത്തുള്ള, ഇത് ഷാം എന്നാണ്. ഈ പ്രതിമ പറയുന്നത് ഷാം എന്നാണ്.
ഇത് കണ്ടില്ലേ, ഇത് അദ്ദേഹത്തിൻ്റെ സൂര്യഭഗവാന്റെ യങ്ങായിട്ടുള്ള സമയത്ത്, അതായത് ദോപ്പേർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂര്യഭഗവാന്റെ കുട്ടിക്കാലത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 തരത്തിലാണ് ഈ സ്റ്റാച്ചു റെപ്രസെൻ്റ് ചെയ്യുന്നത്. സുബ, ദോപ്പേർ, ഷാം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, മന്ദിറിന് ഏകദേശം 221 ഫീറ്റ് ഉയരത്തിലായിരുന്നു. അന്ന് അതിൻ്റെ മേലെ നിന്നും അത് ബ്രിട്ടീഷുകാർ തകർത്താന്ന് പറഞ്ഞില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ തകർത്ത പീസസിൻ്റെ അവശിഷ്ടങ്ങളാട്ടോ ഈ കാണുന്നത്. ഗൈഡുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, അന്ന് ബ്രിട്ടീഷുകാർ തകർത്ത ഈ മന്ദിറിൻ്റെ ചില അവശിഷ്ടങ്ങൾ, അതായത് സൂര്യഭഗവാന്റെ ഒക്കെ പ്രതിമകൾ അവർ ലണ്ടനിൽ മ്യൂസിയത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, ഇവിടുത്തെ ഗൈഡുകൾ പറയുന്നതാണ്. ये सूर्य मंदिर है, इसका नाम कुनारक, जगह का नाम कुनारक वो है। तो सही बस इसका बारे में लिंक ये जो मूर्ति दिख रही है, ये नवग्रह का मूर्ति है। अच्छा, मंदिर ये मूर्ति पहले अंदर था। അതായത് ഇവിടെ നിൽക്കുന്ന ഈ ക്ഷേത്രം, ഈ സൺ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഈ ക്ഷേത്രം ഇതിൻ്റെ മേലെ ആയിരുന്നു. ഇത് ബ്രിട്ടീഷിനെ തോടുകയാണ്. टोटा टेक्सटर मध्य पूजा नहीं होता है। അതായത് ബ്രിട്ടീഷുകാർ അത് പൊളിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇവിടെ നിർമ്മിച്ചു. 1953 ബ്രിട്ടീഷുകാർ തകർത്തിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താന്ന് പറഞ്ഞു ഈ മന്ദിർ. അതായത് സൂര്യഭഗവാന്റെ ഈ മന്ദിർ. ഇദ്ദേഹം ഇവിടുത്തെ പൂജാരിയാണ് കേട്ടോ. आपका नाम? प्रसाद पंडा. यहाँ का है? बहुत शुक्रिया. ഇത് ടെമ്പിളിന്റെ അടുത്തുള്ള സ്റ്റാച്ചുകളാണ്. ये सब क्या है? इसलिए बने ये സ്റ്റോൺ. ഇത് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. കൊണാർക്ക് ടെമ്പിളിന്റെ അതിന്റെ ഷേപ്പിൽ എല്ലാം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. ये सब आपका है? ये दूसरे का है? 50 रुपीസ് പോലെ ना? ഇതിന് 50 രൂപ കേട്ടോ. ഇത് സൺ ടെമ്പിളിന്റെ ചുറ്റുള്ള കടകളാണ് കേട്ടോ.